നമ്മുടെ നാടുകളിൽ സാധാരണ ഈ സമസ്ത പള്ളികളിൽ എല്ലാ ദിവസവും മഗ്‌രിബിന് ശേഷം അല്ലെങ്കിൽ ഇഷാക്ക് ശേഷം ഇഷാ മഗ്‌രിബിന് ഇടയിൽ എന്നൊക്കെ സമയം നിശ്ചയിച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു പതിവാക്കുന്ന ഒരു ദിക്റുകളുടെ സമാഹാരം, അതാണ് ശരിക്കും ഹദ്ദാദ് എന്നറിയപ്പെടുന്നത്. റാത്തീബുൽ ഹദ്ദാദ്, ഹദ്ദാദ് റാത്തീബ് എന്നൊക്കെ പൊതുവെ മലയാളത്തിന് പറയാറുണ്ട്. ബാ അലവി അൽ ഹദ്ദാദ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഷെയ്ഖ് അബ്ദുള്ള അലവി ഇബ്നു മുഹമ്മദ് ബാ അലവി എന്ന ഒരു സൂഫി പണ്ഡിതൻ, ത്വരീഖത്തിൻ്റെ ഒരു വലിയ നായകനായി അറിയപ്പെട്ട ആൾ, അദ്ദേഹം ക്രോഡീകരിച്ചുണ്ടാക്കി കൊടുത്ത ദിക്റുകളുടെ സമാഹാരമാണ് യഥാർത്ഥത്തിൽ ഹദ്ദാദ് റാത്തീബ്. അത് വലിയ മഹത്വങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ അവതരിപ്പിക്കപ്പെടുന്നുണ്ട്. ഒരു ഹദ്ദാദ് ഒരു ദിവസം ചൊല്ലിയാൽ തന്നെ ആ ഒരു മാസം അയാളുടെ വീടിനും അയാളുടെ വീടിന് 4 ഭാഗത്തുമുള്ള 40 വീടുകൾക്കും എല്ലാ ഷെറിൽ നിന്നും കാവലായിട്ടത് മതി എന്നുവരെ ഇതിൻ്റെ മഹത്വമായി അവർ പറയാറുണ്ട്. വലതുഭാഗത്ത്, ഇടതുഭാഗത്ത്, മുൻഭാഗത്ത്, പിൻഭാഗത്തെല്ലാമുള്ള 40 വീടുകൾ അയൽവാസികൾ, ഇങ്ങനെയുള്ള അയൽപക്കത്തെ എല്ലാ വീട്ടുകാർക്കും എല്ലാ ഷെറിൽ നിന്നും കാവൽ കിട്ടുന്ന അത്രയും വലിയ മഹത്വമുള്ള ഒരു റാത്തീബാണ്, ദിക്റുകളുടെ സമാഹാരമാണ് ഹദ്ദാദ് എന്നാണ് പറയപ്പെടുക. എന്താണെങ്കിലും ഇസ്ലാമിലെ ഒരു കാര്യം ദീനായി മാറണമെങ്കിൽ അടിസ്ഥാനമായി വിശുദ്ധ ഖുർആനിലോ പ്രവാചകവചനങ്ങളിലോ അതിന് രേഖയുണ്ടാവണം. നബിയുടെ കാലത്തോ സഹാബികളുടെ കാലത്തോ താബികളുടെ കാലത്തോ ഷഫീ ഇമാമിന്റെ കാലത്തോ പോലുമോ ഹദ്ദാദ് ഇല്ല എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഇതുണ്ടാക്കിയ ആളുടെ പേരിലേക്ക് ചേർത്തിട്ടാണ് ഹദ്ദാദിന്റെ പേര് തന്നെയും ഉണ്ടായത്. ബാ അലവി അൽ ഹദ്ദാദ്, ഇദ്ദേഹത്തിന് പിതാക്കന്മാരുടെ പരമ്പരപ്പെട്ടതാണ്. ആ കുടുംബത്തിൽ ചേർത്തിട്ടാണ് ബാ അലവി എന്നറിയപ്പെടുന്നത്. ഇദ്ദേഹം അത്ര വലിയ ഒരു പൗരാണിക പണ്ഡിതനൊന്നുമല്ല. ഇതര 12-ാം നൂറ്റാണ്ടിൽ ഈ അടുത്ത കാലത്ത് ജീവിച്ചു പോയതാണ്. 1940 അദ്ദേഹം ജനിക്കുന്നത്. 1940 1944 ജനിച്ച് 1932 മരണപ്പെട്ട് ഏകദേശം 80 വയസ്സ് ജീവിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹം ബാ അലവി കുടുംബം എന്ന് പറയുന്ന ഒരു സൂഫി പരമ്പരയുണ്ട്. ആ പരമ്പരയുടെ മുജദ്ദിദ് എന്നാണ് അറിയപ്പെടുക. അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരൊക്കെ ആ ത്വരീഖത്തിൻ്റെ ആളുകളായിരുന്നു. അതിനുശേഷം ആ ത്വരീഖത്തിനെ രണ്ടാമത് പരിഷ്കരിച്ചു കൊണ്ടുവന്ന, അതിൽ ഒന്നുകൂടെ കെട്ടുമട്ടും ഉണ്ടാക്കി കൊടുത്ത ആളാണ് ഈ അബ്ദുള്ള ബാ അലവി അൽ ഹദ്ദാദ് എന്നറിയപ്പെടുന്ന ഈ ഒരു വ്യക്തി. ഷാഫി മദ്ഹബിൽ കർമ്മശാസ്ത്രത്തിൽ അവഗാഹമുള്ള ആളാണ്. സൂഫി മാർഗത്തിൽ ചെറുപ്പം മുതലേ പ്രവേശിച്ച് അതിൻ്റെ ഏറ്റവും ഉന്നതമായ വഴികളിലേക്ക് എത്തിയ വ്യക്തിയാണ്. അതേപോലെ നല്ല കവിയാണ്, സാഹിത്യകാരനാണ്, 4-5 ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന ആളാണ്. അദ്ദേഹം യമൻകാരനാണ്. യമനിലെ തെരീം എന്ന് പറയുന്ന പ്രദേശത്താണ് അദ്ദേഹം ജീവിച്ചത്. പിന്നീട് അവിടുത്തെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായ ചില ഷെറുകൾ കാരണം അദ്ദേഹം അവിടെ നിന്ന് മാറുകയും യമനിലെ തന്നെ ഒരു ഹാവി എന്ന് പറയുന്ന ഒരു പ്രദേശത്തേക്ക് അദ്ദേഹം തൻ്റെ അനുയായികളും മാറി. അത് സ്വതന്ത്ര ഒരു രാഷ്ട്രം പോലെ അദ്ദേഹം അവിടെ ഇങ്ങനെ പ്രത്യേകമായ ഒരു ഏരിയ കണ്ടെത്തി അവിടെ ഒരു വീട് പണിത്, അതിനോട് ചേർന്ന് ഒരു പള്ളി പണിത്, ആ പള്ളി കേന്ദ്രീകരിച്ചുകൊണ്ട് ഭരണാധികാരികൾക്ക് പോലും ഒരു പ്രവേശനമില്ലാത്ത വിധമുള്ള ഒരു സ്വതന്ത്ര ഒരു പാർട്ടി ഗ്രാമം എന്ന് പറയുന്ന പോലെ ഒരു ഗ്രാമം പണിത് അവിടെ താൻ തന്നെ എല്ലാം എന്ന് പറഞ്ഞ് അങ്ങനെ കെട്ടിപ്പടുത്തി കൊണ്ടുവന്ന ചരിത്രമാണ് ഈ ബാ അലവിയുടെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതും അദ്ദേഹം മരിച്ചിട്ട് പേശ ഒരു 350 കൊല്ലമാണ്. 350 ആയിട്ടില്ല, 1932 പേശ 315 കൊല്ലമാണ് അദ്ദേഹം മരിച്ചിട്ട് ആയത്. അപ്പോൾ ഇത് അത്ര വലിയൊരു പൗരാണികമായ ഒരു സംവിധാനമൊന്നുമല്ല. ഒരു ഷാഫി ഇമാമിന്റെ കാലം മുതൽ മൊഹീദ് ശേഖ കാലം മുതൽ അങ്ങനെ കൈമാറി പോകുന്ന ഒരു കാര്യമൊന്നുമല്ല. ഈ കഴിഞ്ഞ 100-300 കൊല്ലങ്ങളായി മാത്രം യമനിൽ നിന്ന് കേരളത്തിലേക്ക് എത്തി അങ്ങനെ കേരളത്തിൽ പ്രചരിച്ച സംഗതിയാണ്. കേരളത്തിൽ ഇന്ന് കാണുന്ന ഇസ്ലാമിൻ്റെ പലതും ചെന്നെത്തുക യമനിലേക്കാണ്. ജൈദ് മഖ്ദൂം എന്ന യമനിൽ നിന്നാണ്. അതേപോലെ മമ്മൂദ് തങ്ങന്മാർ യമനിൽ നിന്ന് വന്നവരാണ്. പാണക്കാട് തങ്ങന്മാർ യമനിൽ നിന്ന് വന്നവരാണ്. അങ്ങനെ ഇന്ന് കേരളത്തിൽ കാണുന്ന ഇസ്ലാമികമായ ഇന്നത്തെ ഒരു അവസ്ഥകളൊക്കെ അടിവേരുകൾ പലപ്പോഴും ചെന്നെത്തുക യമനിലേക്കാണ്. അവർ വന്നപ്പോൾ തന്നെ അവർ അശരീയത്തും അതേപോലെ തസവുഫും ത്വരീഖത്തും ഫിഖ്ഹ് ഷാഫി മദ്ഹബും എല്ലാമായി വന്നവരാണ് കേരളത്തിലേക്ക്. അവർ ആ കൂട്ടത്തിൽ അങ്ങനെ കൊണ്ടുവന്ന ഒന്നാണ് ഹദ്ദാദ് എന്നുള്ളത്. ഇത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാ മാസം ചെല്ലിയാൽ തന്നെ വലിയ മഹത്വമുണ്ട്. എല്ലാ ദിവസവും ചെല്ലിയാൽ പിന്നെ പറയുകയും വേണ്ട അത്രയേറെ ഫദലും ഫായിദുമുള്ള ദിക്റുകളുടെ സമാഹാരമാണ് എന്നൊക്കെയാണ് പറയാറുള്ളത്. ഇത് സാധാരണ ആദ്യം നബിയുടെ പേരിൽ ഒരു ഫാത്തിഹ ഓതും. നബിയുടെ ഹദറത്തിലേക്ക് കൊണ്ട് ഫാത്തിഹ ഓതിയിട്ട് ആ ഫാത്തിഹ നബിയിലേക്ക് അവർ ഹദിയ ചെയ്യുന്നു. പിന്നെ ഈ ഹദ്ദാദ് ഉണ്ടാക്കിയ ബാ അലവി അൽ ഹദ്ദാദിൻ്റെ ഹദറത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഫാത്തിഹ ഓതുന്നു. അതേപോലെ പിന്നെ മൊത്തം അമ്പിയാക്കന്മാർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫാത്തിഹ ഓതുന്നു. പിന്നെ ചില ആയത്തുകളൊക്കെ ഓതി, അതേപോലെ ആയത്ത് കുർസി, ആമിർ റസൂൽ അടക്കമുള്ള ആയത്ത് ഓതി. പിന്നീട് ചില ദിക്റുകളാണ്. ആ ദിക്റുകൾ പലതും ഹദീസിലുള്ള ദിക്റുകൾ തന്നെയാണ്. ഹദീസ് സ്ഥിരപ്പെട്ട പോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം പോലെ ഒക്കെയുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് പോലെ ഇങ്ങനെയൊക്കെയുള്ള ഹദീസ് സ്ഥിരപ്പെട്ടു വന്ന ദിക്റുകൾ തന്നെ ഇതിലുള്ളത്. ഇത് ഷിർക്കിൻ്റെ ആശയങ്ങളൊന്നും ഇതിലില്ലെന്ന് പറയാം. അള്ളാഹുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന വരികളോ റബ്ബല്ലാത്തവർക്ക് പ്രവർത്തനം കൽപ്പിക്കുന്ന വരികളൊന്നും ഹദ്ദാദ് റാത്തീബിൽ ഇല്ല. എന്നാൽ തെറ്റായ തവസ്സുൽ ഇതിലുണ്ട്. ഇലാഹത്തിൽ പറഞ്ഞ് ഫാത്തിഹ ഓതി പിന്നെ ബിഹഖിം വബിജാഹിം എന്ന് പറഞ്ഞ ഹഖ് വർക്കത്ത് കൊണ്ട് ഇങ്ങോട്ട് നമ്മുടെ കാര്യങ്ങൾ തേടുന്ന തെറ്റായ തവസ്സുൽ അതിലുണ്ട്. അതുപോലെ തെറ്റായ ചില തർത്തീബുകൾ, ഓരോ ദിക്റും പ്രത്യേകമായ എണ്ണം വെച്ച് പ്രത്യേക സമയം വെച്ച് പ്രത്യേകമായ ഓർഡർ ഉണ്ടാക്കി ആദ്യം ഇത് പിന്നെ ഇത് പിന്നെ ഇത് പിന്നെ ഇത് എന്ന് പറഞ്ഞ് പ്രത്യേകമായ ഓർഡർ ഉണ്ടാക്കി കൊണ്ടുവരുന്നു. മുഹമ്മദ് നബിയുടെ ഇത്തിബാഴ് ഇതിനില്ല എന്നർത്ഥം. ഏത് അമലും അമലായി മാറണമെങ്കിൽ അവിടെ ഇത്തിബാഉർ റസൂൽ അനിവാര്യമാണ്. ഇത്തിബാഉർ റസൂൽ ഇല്ലാത്തൊരു അമലല്ല. അത് എത്ര തന്നെ മഹത്വം പറഞ്ഞാലും ശരി, ആരുണ്ടാക്കിയാലും ശരി, എത്രായിരം ആളുകൾ അതിൻ്റെ പിന്നാലെ ഉണ്ടെങ്കിലും ശരി, നബിതങ്ങളുടെ ഒരു പിൻബലമില്ലാത്ത, നബിതങ്ങളുടെ അധ്യാപനമില്ലാത്ത, നബിയെ പിൻപറ്റിക്കൊണ്ടല്ലാത്ത ഒരു അമലായി സ്വീകരിക്കാൻ നിർവാഹമില്ല. അപ്പോൾ സ്വഹാബിമാരൊക്കെ പല വിഷയങ്ങളും പറയുമ്പോൾ അവർ പഠിപ്പിക്കുന്നത് കാണാം. മാ ഹക്കദ അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ നമ്മൾ പഠിപ്പിച്ചത് ഇങ്ങനെയല്ല എന്ന് പറയുമായിരുന്നു. തുമ്മിയപ്പോൾ പോലും അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഉടനെ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് എന്ന് പറയുമ്പോഴേക്ക് സ്വഹാബിമാർ ഇടപെടുന്നു. ഇങ്ങനെയല്ല നബിതങ്ങൾ പഠിപ്പിച്ചത്, നബിതങ്ങൾ പഠിപ്പിച്ച അൽഹംദുലില്ലാഹ് എന്ന് പറയാനാകുന്നു.
ഇങ്ങനെ തുടങ്ങി ധാരാളം സംഭവങ്ങൾ കാണാൻ പറ്റും. അപ്പം നബിതങ്ങളുടെ ഇത്തിബാഴ് തന്നെയാണ് ഇസ്ലാമിൻ്റെ അസ്ല്. മാത്രമല്ല കുഫീത്തും, നിങ്ങൾ നബിയെ പിൻപറ്റുക, പുതിയത് ഉണ്ടാക്കരുത്, നിങ്ങൾക്ക് ആവശ്യമായതെല്ലാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സ്വഹാബിമാർ പറയുന്നു. കുല്ലു ബിദഅത്തിൻ ളലാല വഇൻ ഹസന, എല്ലാ ബിദഅത്തും വഴികേടാണ്, നല്ലതാണ് എന്ന് ജനങ്ങൾ അഭിപ്രായപ്പെട്ടാലും ശരി തുടങ്ങി സ്വഹാബിമാർ പറഞ്ഞ ധാരാളം ഉദ്ധരണികൾ ഈ വിഷയമായി കാണാൻ കഴിയും. ആ നിലയ്ക്ക് നോക്കുമ്പോൾ ഹദ്ദാദ് റാത്തീബിൽ എന്താ ഇതിന് അർത്ഥം തെറ്റുണ്ടോ, അല്ലെങ്കിൽ ഇതിൽ അങ്ങനത്തെ തവസ്സുണ്ടോ, ഇസ്തിഹാസയുണ്ടോ, ഇതിൽ ആയത്ത് മതി ഉള്ളത് എന്ന ചോദ്യം ചോദിച്ചാൽ പോലും നബിതങ്ങളുടെ ഇത്തിബാ ഇല്ല, നബിതങ്ങളുടെ മാതൃക ഇല്ലാത്ത പുതിയ രൂപവും ഭാവവും എണ്ണവും വണ്ണം നിശ്ചയിച്ചത് തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനമായ അപകടം. മറ്റൊന്ന് ചൊല്ലുന്ന ആളുകളും ഇത് ചൊല്ലുന്നത് നബിതങ്ങളെ പഠിപ്പിച്ച ദിക്ർ എന്ന നിലയ്ക്കല്ല. ഹദീസിൽ വന്ന ദിക്റാവട്ടെ, ആയത്തുൽ കുർസി ഓതുന്നുണ്ട്, പക്ഷേ ആയത്തുൽ കുർസി ഓതുന്നത് വിശുദ്ധ ഖുർആനിൽ വന്നൊരു ആയത്താണ്, നബിതങ്ങളുടെ മഹത്വം പറഞ്ഞിട്ടുണ്ട് എന്നതുകൊണ്ടല്ല, ബാലവി ഹദ്ദാദ് ഇത് ഉൾപ്പെടുത്തിയതുകൊണ്ടാണ്. അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും വേറെ ആയത്ത് ഓതാലോ. ഒരിക്കലും ആയത്തുൽ കുർസി ഓതുന്ന സ്ഥാനത്ത് വേറെ ഓതില്ല, അവിടെ ആയത്തുൽ കുർസിയെ ഓതുള്ളൂ, അത് കഴിഞ്ഞ് ആമീർ റസൂലേ ഓതുള്ളൂ. അതിന് കൃത്യമായ തർത്തീബുണ്ട്. അതുപോലും മറികടന്ന് അവിടെ തബാറക്ക് ഇതിലുണ്ടാവില്ല. ഹദ്ദാദിന്റെ ഭാഗമായിട്ട് യാസീൻ ഓതും, പക്ഷേ തബാറക്ക് ഓതില്ല. എന്താ തബാറക്ക് ഓതാത്തത്? അത് ബാലവി എന്ന് പറഞ്ഞിട്ടില്ല. അപ്പം ഇവിടെ ഇതിന് ഹദീസിൽ വന്ന ദിക്റാണെങ്കിൽ പോലും നബിതങ്ങൾ പഠിപ്പിച്ചു, ഹദീസിൽ വന്നു, ഖുർആനിൽ വന്നു എന്നതല്ല ഇത് ചൊല്ലാനുള്ള അവരുടെ മാനദണ്ഡം. നേരെ മറിച്ച് ബാലവി തങ്ങൾ പറഞ്ഞതാണ്. ബാലവി തങ്ങൾ പറഞ്ഞോ എങ്കിൽ ചൊല്ലും, ബാലവി തങ്ങൾ പറഞ്ഞിട്ടില്ലേ എങ്കിൽ ചൊല്ലൂല. അപ്പം ഇതിന് പല ദിക്റുകളുമുണ്ട്, എന്തെങ്കിലും അതിനെ കൂടെ മറ്റേ ദിക്ർ ചൊല്ലുന്നില്ല എന്ന് വെച്ചാലോ അത് അതിലില്ല. അപ്പം ഹദീസിൽ വന്നിട്ടില്ലേ ചോദിച്ച പ്രസക്തില്ല. ഹദീസിൽ വന്നുകൊണ്ട് ചെല്ലുകയാണെങ്കിൽ അല്ലേ ആ പറഞ്ഞുള്ളൂ. ഹദീസിൽ വന്നു, ഖുർആനിൽ വന്നു എന്നതല്ല ഇതിൻ്റെ അടിസ്ഥാനം. പകരം ബാലവിൽ ഹദ്ദാദ് 300 കൊല്ലം മുമ്പ് ഒരു ക്രോഡീകരണം നടത്തി ഇത് നിങ്ങൾ ചൊല്ലിക്കോളൂ എന്ന് പറഞ്ഞ് നിശ്ചയിച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം നിശ്ചയിച്ച ഓർഡർ എന്താണോ അതേ ഓർഡർ, അദ്ദേഹം നിശ്ചയിച്ച എണ്ണം എത്രയാണോ അതേ എണ്ണം, അദ്ദേഹം പറഞ്ഞ സമയം ഏതാണോ അതേ സമയം, അദ്ദേഹം പറഞ്ഞ ഫലായിൽ മഹത്വം എന്താണോ ആ മഹത്വം, അത് ഒരുമിച്ച് കൂടി അതിന് പ്രത്യേക എണ്ണം പ്രത്യേകമായ ഭാവമൊക്കെ ഉണ്ട്. മാത്രമല്ല വ്യാപകമായി എല്ലാവരും ചെല്ലാൻ വേണ്ടി പറഞ്ഞതല്ല യഥാർത്ഥത്തിൽ. അവിടെ ത്വരീഖത്തിൽ ബയ്യത്ത് ചെയ്ത് വരുന്ന ആളുകൾക്ക് ചെല്ലാൻ വേണ്ടി നിശ്ചയിച്ചു കൊടുത്ത അവിടെ ത്വരീഖത്തിൽ പ്രത്യേകമായ റാത്തീബ് പേരിന് റാത്തീബ് പതിവായി ചെയ്യേണ്ടതാണ്. ആ ത്വരീഖത്തിൽ ബയ്യത്ത് ചെയ്ത് മുരീദായി വരുന്ന ആളുകൾ പതിവാക്കേണ്ടുന്ന ദിക്റുകളുടെ സമാഹാരത്തിൽ പൊതുവെ റാത്തീബ്, മൊഹീദി റാത്തീബുണ്ട്, ഇഫായി റാത്തീബുണ്ട്. അതൊക്കെ എന്താണ്? മൊഹീദി ഷെയ്ഖിന്റെ ത്വരീഖത്ത്, ഖാദിരിയ ത്വരീഖത്തിൽ ഉള്ള ആളുകൾ ചെല്ലാനുള്ളതാണ് മൊഹീദി റാത്തീബ്. ഇഫായിയ ത്വരീഖത്തിൽ ബയ്യത്ത് ചെയ്ത് മുരീദായി വരുന്ന ആളുകൾ ചെല്ലാനുള്ളതാണ് ഇഫായിയ റാത്തീബ്. അത് അവരെ ചൊല്ലുള്ളൂ. അത് പ്രത്യേകമായ ശത്രുണ്ട്, അത് ആർക്കും ചെല്ലാൻ പറ്റില്ല, സദസ്സിലാർക്കും പോയി പങ്കെടുക്കാന്നല്ലാതെ. അപ്പോൾ സാധാരണ മൊഹീദി റാത്തീബാണെങ്കിൽ അതിന് പ്രത്യേകമായ ട്രെയിനിങ് കിട്ടിയ, അതിന് തർബിയത്ത് കിട്ടിയ, അതിന് ബയ്യത്ത് ചെയ്ത അതിൻ്റെ ഷെയ്ഖന്മാർ വന്നിട്ട് അവരുടെ നേതൃത്വം കൊടുത്ത് ആ മുരീദന്മാരുടെ ഹദത്തിലാണ് ചൊല്ലേണ്ടത്. ആ ചൊല്ലുന്ന സദസ്സിൽ പക്ഷേ എല്ലാവർക്കും വന്നിരിക്കാമെന്ന് മാത്രം, അവരെ ഇടത്ത് കൂട്ടുന്നതാണ്. മൊഹീദി റാത്തീബ് സാധാരണ ഇരിക്കുന്ന ആളുകളുടെ ആ എണ്ണത്തിൽ കൂടുതലുള്ള ആളുകൾ കൂട്ടില്ല, അവർ ജസ്റ്റ് അവിടെ കൂട്ടത്തിൽ കാഴ്ചക്കാരെ പോലെ പരിഗണിക്കുമെന്നല്ലാതെ ഈ നിബന്ധന ഒത്ത ആളുകൾ ചൊല്ലുന്നതാണ് യഥാർത്ഥത്തിൽ മൊഹീദി റാത്തീബ്. എന്ന പോലെ തന്നെ ഹദ്ദാദ് റാത്തീബും ബാലവി ഹദ്ദാദ് തങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് അവരെ ത്വരീഖത്തിലൂടെ വരുന്ന ആളുകൾക്ക് വേണ്ടി നിശ്ചയിച്ച ഒന്നാണ്. അത് നമ്മുടെ നാട്ടിൽ നിന്ന് വ്യാപകമായി ചൊല്ലുന്നു. ഇതിന് ഇജാസത്ത് കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട്. പഴയാളുള്ള പള്ളികളൊക്കെയുള്ള ഉസ്താദുമാർ മുദരിസുമാർ അവർക്ക് ഇജാസത്തുള്ള പറയാം. ഹദ്ദാദിന് ഇജാസത്ത് കൊടുക്കുന്ന ആളുകൾക്ക് കാന്തപുരത്തേക്ക് ഇജാസത്ത് ഉണ്ട് എന്ന് പറയാറുണ്ട്. അവരൊക്കെ പിന്നെ അവിടെ ഇജാസത്ത് കൊടുക്കുന്നു. ആ ഇജാസത്ത് കിട്ടിയ ആളുകളാണ് ഹദ്ദാദ് നേതൃത്വം കൊടുക്കുക എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ ഇത് വീട്ടിലും മദ്രസയിലും ഒക്കെ വ്യാപകമായിട്ട് ആളുകൾ ഇതേപോലെ ഏടാക്കിയത് ഇതെല്ലാവരും ഇങ്ങനെ ചൊല്ലിപ്പോകുന്നു. അപ്പോൾ അത് അവർ നിശ്ചയിച്ച നിബന്ധനകൾക്ക് തന്നെയും എതിരാണ്. അത് എന്താണെങ്കിലും ഈ ആയത്തുകളോ ഹദീസുകളോ അതിൽ വന്ന പ്രാർത്ഥനകളോ ആയത്തിലും ഹദീസിലും വന്നു എന്നതുകൊണ്ടല്ല അത് പ്രാവർത്തികമാക്കുന്നത്. പകരം ബാലവി തങ്ങൾ പഠിപ്പിച്ചു, ഈ ഹദ്ദാദ് റാത്തീബിന്റെ ഭാഗമായി അത് വന്നു എന്നതുകൊണ്ടാണ് അവർ ചൊല്ലുന്നത്. അതോടുകൂടി തന്നെ ഈ സ്ഥിരപ്പെട്ട ദിക്റാണെങ്കിൽ പോലും അവർക്കതിലെ മഹത്വം പ്രതിഫലം നഷ്ടപ്പെടുന്നുവെന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. അല്ലാഹു അഅലം. മുസ്തഫ, ഇതിൽ പിന്നെ പ്രൊഫസർ മൗലവി പറഞ്ഞ പോലെ തന്നെ ഇത് കൊണ്ടുവരുന്ന ആളുകളും കൊണ്ടു നടക്കുന്ന ആളുകളും സാധാരണക്കാരെ പറഞ്ഞ് പിന്നെ ഇടങ്ങറാക്കുന്ന ഒരു പോയിന്റ്, അതുപോലെ തന്നെ സാധാരണക്കാർക്കും മനസ്സിൽ തോന്നുന്ന ഒരു ന്യായം. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇത് ഖുർആനാണല്ലോ, സുന്നത്താണ്, യാസീന് സുഹൃത്ത്, അതുപോലെ തന്നെ വലിയ ഫലാലുകൾ പഠിപ്പിക്കപ്പെട്ട ആയത്തുൽ കുർസിയും അങ്ങനെയുള്ള സംഗതികളൊക്കെ ഇതിലുണ്ട്. ദിക്റുകൾ സ്വഹിയായി വന്ന ദിക്റുകളുണ്ട്. അപ്പോൾ പിന്നെ ഈ ഓർഡർ നിശ്ചയിക്കുന്നത് ഇതിൻ്റെ സമയം അതൊക്കെ മാത്രമാണോ പ്രശ്നം? എന്താണ് ഇപ്പോൾ ഇതിലൊരു കുഴപ്പമുള്ളത് എന്നുള്ളത് ഒന്ന് വിശദീകരിക്കപ്പെടേണ്ടതില്ലേ? ഈ കാര്യത്തിൽ വലിയ പ്രശ്നം മുതലോട് സൂചിപ്പിച്ചു കഴിഞ്ഞു. അതായത് ഇത് വിശ്വാസത്തെ മുറിവേൽപ്പിക്കുന്നൊരു സംഗതിയാണ്. ഇപ്പോൾ ഇലാഹദറത്തി വിളി, അതെ, അത് സാധാരണക്കാർ ഇലാഹദറത്തി അൽ ഫാത്തിഹ എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുന്നു? അവർ ഫാത്തിഹ ഓതുന്നു. അതെന്താ വിശ്വാസം? ആരെ ഹദറത്തിക്കാണോ അയാൾ അറിയുന്നു, കേൾക്കുന്നു എന്ന വിശ്വാസം. അതേപോലെ തവക്കുൽ, ഈ റാത്തീബിൻ്റെ ഏട് കയ്യിലുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് ചൊല്ലി നടക്കുന്നുണ്ടെങ്കിൽ അത് കാവൽ കിട്ടാൻ ഒരു സബബാണ് എന്ന, അല്ലെങ്കിൽ അതന്നെയാണ് കാവൽ എന്ന ഭാവത്തിൽ ആളുകൾ നടക്കുന്നു. അത് വിശ്വാസത്തെ നന്നായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ബാധിക്കുന്നുണ്ട് എന്നർത്ഥം. പിന്നെ ഇപ്പോൾ ഇവിടെ പിന്നെ അതിൽ സൂറത്ത് യാസീനുണ്ട്, അതുപോലെ ആളമു ആയത്തായ ആയത്തുൽ കുർസിയുണ്ട്, അതേപോലെ ആമന റസൂലുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. ശരിയാണ്. യഥാർത്ഥത്തിൽ ദീൻ പഠിപ്പിച്ച ഒരു കാര്യമാണെങ്കിൽ പോലും ഇപ്പോൾ പിന്നെ ആയത്തുൽ കുർസി ഓതാൻ നിസ്കാര ശേഷം, എല്ലാ നിസ്കാര ശേഷം ആയത്തുൽ കുർസി ഓതണം. അപ്പോൾ ഒരാൾ തീരുമാനിക്കാൻ ഞാൻ 2 ആയത്തുൽ കുർസി ഓതും, ഇവിടെ 2 ഞാൻ ഓതുക, 2 ഇവിടെ വേണ്ടത് എന്ന നിലക്ക് പോലും ചെയ്യാൻ പറ്റില്ല. ഇനി ആയത്തുൽ കുർസിന് പകരം ആമന റസൂലോട് ഓതാൻ പറ്റില്ല. മനസ്സിലാണ്ടോ? അവിടെ ആയത്തുൽ കുർസി ഉണ്ട്, ആമന റസൂൽ ഓതാൻ പറ്റില്ല. അപ്പോൾ അയാളെ ഇഷ്ടത്തിന് ഇസ്ലാം പഠിപ്പിച്ചൊരു കാര്യമാണെങ്കിൽ പോലും എന്ത് ചെയ്യാൻ പറ്റില്ല? കൊണ്ടുപോകാൻ പറ്റില്ല. അതേപോലെ തന്നെ ഇസ്ലാം പഠിപ്പിച്ച ഒരു സമയം ഉണ്ടെന്ന് കരുതി വേറൊരു സമയം അയാളെ വക പറ്റൂല, ഒരു വക്ത അയാൾ തീരുമാനിക്കുക പറ്റൂല.
അതേപോലെ പിന്നെ ചില ദിക്റുകൾക്ക് ചില പ്രാർത്ഥനകൾക്ക് ഇസ്ലാം വെച്ചൊരു ക്രമം ഉണ്ടാവും. അപ്പോൾ ആ ക്രമത്തെ അയാൾ മാറ്റാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ ആ ക്രമത്തിന് പിന്നെ ഇടയിൽ നിന്ന് ആദ്യത്തിലേക്കോ അല്ലെങ്കിൽ അവസാനത്ത് നിന്ന് ആദ്യത്തിലേക്കോ ഇങ്ങനത്തെ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. അതുപോലെ അതത് എണ്ണം വെക്കുക. ഇപ്പോൾ പിന്നെ നിസ്കാര ശേഷമുള്ള ദിക്റുകൾ അല്ലെങ്കിൽ പിന്നെ ഉറങ്ങാൻ നേരത്തുള്ള ദിക്റുകൾ, ഇങ്ങനെയുള്ള ദിക്റുകൾക്ക് ഇസ്ലാം എണ്ണം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അയാളെ വക അതിലേക്ക് എണ്ണം, അതേപോലെ ഹൈഹത്ത് രൂപം ഉണ്ടാക്കുക, അയാളെ വകയായിട്ട് രൂപം ഉണ്ടാക്കുക. ഇങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച കാര്യങ്ങളോട് പോലും ഈ നിലക്കുള്ള സമീപനങ്ങൾ സ്വീകരിക്കാൻ പാടില്ല. അങ്ങനെ സ്വീകരിച്ചാൽ പോലും എന്താകും? അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിന് എതിരാകും. അപ്പോൾ അത്ര വരെ കണിശത ഈ കാര്യത്തിലുണ്ടെങ്കിൽ ഇങ്ങനെ ഇല്ലാത്ത പിന്നെ തെർത്തീബും കാര്യങ്ങളും പോരിശയും വെച്ചാൽ എന്തായിരിക്കും? അത് ആയത്താണ് അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ വന്നതാണ് എന്നൊന്നും അവിടെ ന്യായം പറഞ്ഞിട്ട് കാര്യമില്ല. അതേപോലെ തന്നെ ചില ആയത്തുകൾ ഓതേണ്ട സ്ഥലം അല്ലെങ്കിൽ ചില ആയത്തുകൾക്ക് ഖുർആൻ കൊടുത്ത പ്രത്യേകത, അത് കരുതി വേറെ ആയത്തുകൾക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പ്രത്യേകത കൽപ്പിക്കാൻ പാടില്ല. അതേപോലെ പിന്നെ ചില സൂറത്തുകൾക്ക് കൊടുത്ത പ്രത്യേകത അത് മാനദണ്ഡമാക്കിയിട്ട് നമ്മുടെ വകയായിട്ട് എന്ത് ചെയ്യാൻ പാടില്ല? സൂറത്തുകൾക്ക് പ്രത്യേകതയോ കാര്യങ്ങളോ കൊടുക്കാൻ ഇസ്ലാമിലൊരു ഭദ്രത, ഒരു കെട്ടുറപ്പുണ്ട്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അള്ളാഹു ഇവിടെ പൂർത്തിയാക്കിയത്. ആ പൂർത്തിയാക്കിയതിനെ നമ്മുടെ രീതിയിലേക്ക് വളച്ച് ചരിച്ചു കൊണ്ടുപോവുക എന്നത് എന്തല്ല പിന്നെ സ്വീകരിക്കുന്ന ഒരു സംഗതിയല്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ അഹദസ ഫീ അംറിനാ ഹാദാ മാ ലൈസ മിൻഹു ഫഹുവ റദ്ദുൻ. നമ്മുടെ ഈ കാര്യത്തിൽ ഇല്ലാത്തത് ആര് ചെയ്താലും, ഇവിടെ നേരത്തെ ബാലവി എന്ന് പറഞ്ഞു, ബാലവി അല്ലെങ്കിൽ ആര് ചെയ്താലും അത് തള്ളിക്കളയേണ്ടതാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാണ്. പിന്നെ ഇവിടെ വേറൊരു പ്രശ്നം കൂടി ഉണ്ടാകുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു അദ്ദാദ് മാത്രമല്ല, ഇപ്പോൾ ജാറങ്ങളാകട്ടെ പള്ളികളാകട്ടെ കേന്ദ്രീകരിച്ച് നടത്തപ്പെടുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ കുത്തറാത്തീബ് അത് വ്യാപകമാണ്. അതേപോലെ പിന്നെ ദിക്ർ സ്വലാത്ത് ഹൽക്കകൾ, ഈ ആത്മീയ തട്ടിപ്പ് സദസ്സുകൾ സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ ഇങ്ങനെ നിരങ്ങുകയാണ് ഇതിന് വേണ്ടിയിട്ട്. അത്ര പിന്നെ തട്ടിപ്പാണ്. അതേപോലെ കുത്തുബിയത്ത്, അതേപോലെ ഈ പിന്നെ മഹദറത്തുൽ ബദരിയ, അപ്പോൾ അതേപോലെ തന്നെയാണ് പ്രത്യേക ഇജാസ കൊടുത്തിട്ട് ഈ കെ വിഭാഗത്തിന് ഒരു നേതാവിൻ്റെ ഇജാസ, അതേപോലെ മഹദറത്തുൽ ബദരിയ അത് AP വിഭാഗത്തിന് കാന്തപുരം മുസ്ലിയാരുടെ ഇജാസ. ഇങ്ങനെ അവർ പ്രത്യേക പിന്നെ ഓരോ സദസ്സിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു സ്വലാത്തം ചൊല്ലുക, അതിന് ഇജാസ ഉണ്ടെന്ന് പറയാം. അങ്ങനെ അവരെ ഇഷ്ടത്തിന് എന്ത് ചെയ്യുക, ഓരോ കാര്യങ്ങളെ ഉണ്ടാക്കി കൊണ്ടുപോകുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ ഇവിടെ ശരിക്ക് യഥാർത്ഥ സുന്നത്ത് എന്താണോ അതിനെ താഴ്ത്തിക്കെട്ടുന്നൊരു കാര്യം കൂടി ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഹദ്ദാദ് റാത്തീബിലുള്ള പല പ്രാർത്ഥനകളും രാവിലെ വൈകുന്നേരം ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥനകളാണ്. ഔദു ബികലിമാത്തില്ലാഹി താമാത്തി. ഈ ഹദ്ദാദിന് പോരിശ കൊടുക്കുന്ന എത്ര ആളുകൾ സ്വബാഹ് മസാദ് സന്ദർഭത്തിൽ ഈ പ്രാർത്ഥന ശ്രദ്ധിക്കുന്നുണ്ടാകും? നല്ലൊരു ശതമാനം ആളുകൾക്ക് അത് അറിയാത്ത അവസ്ഥയാണെന്നുള്ളത്. അതെ, നബിചര്യയിലുള്ളത് അറിയുന്നില്ല. ഇങ്ങനെ ഓരോരുത്തരും പിന്നെ അച്ചടിച്ച് വിൽക്കുന്ന കാര്യങ്ങൾ പൈസ കൊടുത്ത് വാങ്ങി ഭയങ്കര പോരിശയായിട്ട് കാണുന്നു. അപ്പോൾ എന്നാൽ ഇത് പിന്നെ ഓരോ സമയത്തും ഓരോ സന്ദർഭത്തിലും ചൊല്ലേണ്ട പ്രാർത്ഥനകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രീതി ഇപ്രകാരമാണ് എന്ന നിലക്ക് പ്രാർത്ഥനാ ഗ്രന്ഥങ്ങൾ ക്രോഡീകരിക്കപ്പെട്ടപ്പോൾ സംഗതിയുടെ പ്രശ്നമില്ല. ഇപ്പോൾ ഉറങ്ങാൻ നേരത്ത്, ഉണരുന്ന സമയത്ത്, ഭക്ഷണം കഴിക്കുമ്പോൾ, അങ്ങാടി എത്തുമ്പോൾ, അങ്ങനെ പല പ്രാർത്ഥനകളും ഏറ്റവും പ്രധാനപ്പെട്ട ഹിസ്നുൽ മുസ്ലിം വളരെ പ്രചാരം കിട്ടിയ പിന്നെ ഗ്രന്ഥമാണത്. അത് പല ഗ്രന്ഥങ്ങളുണ്ട്, മലയാളത്തിലുണ്ട്. ആ നിലക്കുള്ള പ്രാർത്ഥനാ ഗ്രന്ഥങ്ങൾ അവലംബിച്ച് കാര്യങ്ങൾ പഠിക്കൽ ഇതിന് പിന്നെ അത് എന്ത് ചെയ്യാൻ പാടില്ല, ഇതിലേക്ക് എടുത്തിട്ട് അപ്പോൾ അവിടെയും കുറേ പ്രാർത്ഥനകളില്ലേ, അത് ഈ നിലക്കുള്ള പ്രാർത്ഥനയല്ല. അയാളെ വക തൃപ്തിയുണ്ടാക്കിയാൽ അയാളെ വക ഫضل കൊടുത്ത് ഇതന്നെ ചൊല്ലണമെന്ന് അയാൾ നിബന്ധന വെച്ച് പോകുക സമയബന്ധിതമായി പഠിപ്പിച്ചതും സുന്നത്താക്കിയതുമായ കാര്യങ്ങളാണ് അത്തരം ഗ്രന്ഥങ്ങളിലൊക്കെ ഉള്ളത്. അപ്പോൾ ഇത്തരം അനാചാരങ്ങളെ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ ബിദഅത്തിലേക്ക് നമ്മൾ നയിക്കപ്പെടുന്ന കാര്യങ്ങളെ വ്യക്തമായി മനസ്സിലാക്കി യഥാർത്ഥ സുന്നത്തിലേക്ക് എല്ലാവരും തിരിച്ചു വരണം എന്നൊരു സന്ദേശമാണ് നമുക്ക് കൊടുക്കാനുള്ളത്.